ഭാര്യയും ഭർത്താവും തമ്മിലൊരു ബന്ധം. ഇന്ന് അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് ഭർത്താവ് തന്നെ പാത്രത്തിൽ ഭാര്യ കൈവെക്കോ? നിങ്ങൾ ഇന്നൊന്ന് പോയി നോക്കണം. ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ വയല് കേൾക്കണ ഓരോ ലൈവ് കേൾക്കണ ഓരോ ഭർത്താവും ഓരോ ഉമ്മയും നിങ്ങളും ചിന്തിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ നീ കഴിച്ച പാത്രത്തിൽ ഒത്തിരി ചോറ് വെച്ചിട്ട് ആമിനാക്കി കൊടുത്തു നോക്ക്. ആമിനെ പതുക്കെ എടുത്തുകൊണ്ട് പോയി തട്ടാൻ. എന്തിന്? നമ്മുടെ ഉമ്മ, അള്ളാഹു നമ്മുടെ ഉമ്മയ്ക്ക് മരണപ്പെട്ടവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉമ്മ ഇങ്ങനെ പണ്ട് ഒരു ചെറിയ ഒരു കലത്തിനകത്ത് ഇട്ടിട്ട് കുലുക്കും, ഇങ്ങനെ കൈയിട്ടങ്ങോട്ട് കുഴയ്ക്കും. സാമ്പാറും തൈരും എല്ലാം കൂടെ ഒരു സിമെന്റ് കുഴക്കണ പോലെ, ഇപ്പം മിസ്സിയും കുഴക്കണ പോലെ ഉമ്മ അങ്ങോട്ട് കൈയിട്ടൊരു കുഴ കുഴച്ചിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് വേണോടാ വേണം അള്ളാഹു ഓടിച്ചെല്ലും വാരി തിന്നാൻ. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുക, ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് രാത്രി ചോറിടാൻ നേരത്ത് അൻസാരി അണ്ണൻ ചോറിൻ്റെ അകത്തോട്ട് കൈയിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. എല്ലാം അങ്ങോട്ട് കുഴച്ചിട്ട്, അൻസാരി അണ്ണന് മോനാ മോളാ ഉള്ളേ? ആ മോൻ. എത്ര വയസ്സുണ്ട്? 22. പോട്ടെ, വീട്ടിൽ പോയിട്ട് 22 വേണ്ട, ഒരു 5ഓ 6ഓ വയസ്സുള്ള മുഖന്റെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചോറങ്ങോട്ട് കുഴിച്ചിട്ട് വാടാ മോനെ വാരിത്തരാം, വാപ്പ തിന്നോളെ, വാപ്പ തിന്നാം. കാരണം അത് വേസ്റ്റാ. ഒരാൾ തിന്നതിന്റെ ബാക്കി തിന്നാൻ പാടില്ലല്ലോ. അവൻ എങ്ങനെയാ വാപ്പ പഠിപ്പിച്ച് വെച്ചിരിക്കണം, പിന്നെ എങ്ങനെ നേരെയാവാനാ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ തമാശക്ക് പറഞ്ഞതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ ആ വീടിൻ്റെ അകത്ത് മനസ്സുകൾ തമ്മിലൊരു ബന്ധമുണ്ടാകും, സ്നേഹബന്ധം ഉണ്ടാകും. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. 3, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് നൽകുകയാണ്. 2 മനസ്സുകളെ തമ്മിൽ സ്നേഹബന്ധമുണ്ടാവുകയാണ്. 3ാമത്തെ കാര്യം എന്തെന്നറിയുവോ? അല്ലാഹു അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ശത്രുത കൊടുക്കൂല. ആ വീട്ടുകാരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ശത്രുത കൊടുക്കൂല. പടച്ചവനെ, ഇന്നില്ലാതെ പോയതും അത് തന്നെയാണ്. ഏറ്റവും വലിയ ശത്രു നാട്ടതുവതാ സ്വന്തം കൂടപ്പറപ്പാണ്. മരിച്ചാലും കേറില്ലടാ, മരിച്ചാലും നീ എന്റെ വീടിന്റെ അകത്ത് കേറാൻ പാടില്ല എന്ന് കൂടപ്പറപ്പുകൾ പറയുമ്പോ, ഒരേ വീടിന്റെ അകത്ത് തന്നെ 2 ഭക്ഷണം വെക്കുന്ന അവസ്ഥ, 2 അടുക്കള വെക്കുന്ന അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിങ്ങൾ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാ, അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാ അല്ലാഹു ദുനിയാവിൽ കൊടുക്കുന്ന പ്രതിഫലം 1, അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുകയാണ്. 2 മനസ്സുകൾ തമ്മിൽ സ്നേഹബന്ധം കൊടുക്കുകയാണ്. 3 ആ വീടിന്റെ അകത്ത് നിന്ന് ശത്രുത അല്ലാഹു മാറ്റുകയാ. 4 ഇബ്ലീസ് അവരുടെ മുന്നിൽ പരാജയപ്പെട്ടു പോവുകയാണ്. ഇബ്ലീസിന് ആ വീടിന്റെ അകത്ത് സ്ഥാനമില്ല. ഇബ്ലീസിനും തന്റെ മക്കൾക്കും കൈയിട്ട് കടിക്കാനുള്ള അവസരമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലും അവർ ഒരുമിച്ചാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ 1ാമത്തെ അടയാളം എന്തെന്നറിയുവോ? അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായി, അവിടെ നിന്ന് സമാധാനമായി. ഏത് വേദനയും എത്ര വലിയ പ്രയാസവും ഭാര്യയൊന്ന് തലയിൽ കൈവച്ചിട്ട് പോട്ടയിക്ക, ഞാനുണ്ടല്ലോ എന്ന ഒരൊറ്റ വാക്ക് മതി മോനെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. 2 സാലിഹത്തായ പെണ്ണിന്റെ 2ാമത്തെ അടയാളം എന്താ? റസൂലുള്ള പറയുകയാണ്, വൈദാ അമറഹാ, ഭർത്താവ് ഏതെങ്കിലും ഒരു കാര്യം തന്റെ ഭാര്യയോട് കൽപ്പിച്ചാൽ, പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, മതിയെന്ന് പറഞ്ഞാൽ മതി. തന്റെ ഭർത്താവ് ഒരു നല്ല കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ, പടച്ചവനെ, എന്റെ ഭർത്താവാണല്ലോ, എന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗമില്ലല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ലോകത്ത് അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റാരെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും ഓർമ്മപ്പെടുത്തിയെങ്കിൽ, തന്റെ ഭർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്ന ഭാര്യ എവിടെ പോയാലും ഭർത്താവിന്റെ അനുവാദമില്ലാതെ പോകില്ല. വീടിന് പുറത്തിറങ്ങണോ, തന്റെ ഭർത്താവിന്റെ പൊരുത്തം അത് 15 വയസ്സുള്ള 20 വയസ്സുള്ള ഭാര്യയാണെങ്കിലും 55 വയസ്സുള്ള ഭാര്യയാണെങ്കിലും അല്ലാഹുവേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ വീടിന്റെ വെളിയിലിറങ്ങില്ല. ഭർത്താവ്
ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങൂല, ഭർത്താവിന്റെ മുന്നിൽ കയർത്തു സംസാരിക്കില്ല, ഭർത്താവിനോട് ദേഷ്യപ്പെടില്ല. പടച്ചവനെ, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ്, അങ്ങനെ ഒരു ഗുണം നിന്റെ ഭാര്യക്കുണ്ടോ? അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖദീജയെ കുറിച്ച് പഠിക്കണം പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമാ. ഒരാൾ പോലും അടുത്തേക്ക് പോകാൻ കഴിയാത്ത, ഒരു ശല്യവും ചെയ്യാത്ത മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹുവേ ഖദീജയ്ക്കുണ്ട്. എന്തിനാ അല്ലാഹ് ഇത് കൊടുക്കുന്നതെന്നറിയുമോ? 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട്, 25 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചു. ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഭർത്താവിനെക്കാളും 15 വയസ്സ് കൂടുതലാ. ഭർത്താവിനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള ഖദീജ 25 കൊല്ലം ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ മുന്നില് പടച്ചവരെ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അല്ലാഹുവേ, അപ്പൊ പെണ്ണുങ്ങൾ പറയും പ്രവാചകനായത് കൊണ്ടല്ലേ? അല്ല പെങ്ങള്, 25-ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന് ഖദീജയെ വിവാഹം കഴിച്ചത്. പ്രവാചകന് നുബൂവത്ത് കിട്ടിയത് എപ്പോഴെന്നറിയുമോ? 40-ാമത്തെ വയസ്സിലാ. 40-ാമത്തെ വയസ്സിലാ മുത്തുനബിക്ക് നുബൂവത്ത് കിട്ടിയത്. അപ്പൊ പ്രവാചകനായിരുന്നില്ല. ആ 25 കൊല്ലത്തിന്റെ ഇടയിൽ ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ടില്ലാത്തത് കാരണം അല്ലാഹു സ്വർഗ്ഗത്തിൽ ആരും ചെല്ലാത്ത ഒരു മുത്തിന്റെ കൊട്ടാരം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ, പെങ്ങളെ, ഭർത്താവിനെ അനുസരിച്ചാ നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അനുസരിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ? നീ സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മൂന്നാമത്തെ പെണ്ണാരെന്നറിയോ? സ്വാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? മുത്തുനബി പറയുകയാ, ഭർത്താവിനെ ചതിക്കാത്ത പെണ്ണാ. ഭർത്താവിന്റെ അസാന്നിധ്യമുണ്ടല്ലോ, ഭർത്താവ് കച്ചവടത്തിന് പോയി, ഭർത്താവ് ഗൾഫിൽ പോയി, ആ സമയത്ത് ഒറ്റയ്ക്ക് തന്റെ മക്കളുമായി 2 നിലയുള്ള വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോഴും പടച്ചവരെ തന്റെ ഭർത്താവിനെ വഞ്ചിക്കാത്ത പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ സമ്പാദ്യം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, തന്റെ ഭർത്താവിന്റെ അഭിമാനം സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് സ്വാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പടച്ചവനെ, ചില ഭർത്താവിന്റെ മുന്നിലെങ്ങാളും ഭാര്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ഭർത്താവ് പറയും, എന്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആരെങ്കിലും തന്റെ ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പറയും, എന്റെ ആമിനായോ, ഞാൻ വിശ്വസിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എങ്ങനാ? തന്റെ ഭർത്താവ് നാട്ടിലില്ല, തന്റെ ഭർത്താവിന്റെ സമ്പത്തും തന്റെ ശരീരവും സൂക്ഷിക്കുന്ന പെണ്ണ് നമ്മുടെ ഭാര്യ അങ്ങനത്തെ ഒരുത്തിയാണെങ്കിൽ, ഒരിക്കലും നമ്മളെ ചതിക്കാത്ത ഒരു പെണ്ണാണ് നമ്മുടെ ഭാര്യയെങ്കിൽ, അല്ലാഹു അവള് സാലിഹത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം. എന്റെ ഭാര്യ ആരെയും ഫോൺ വിളിക്കൂല, എന്റെ ഭാര്യ ആർക്കും മെസ്സേജ് എഴുതൂല, എന്റെ ഭാര്യ ഒരിക്കലും എന്നെ വഞ്ചിക്കില്ല, അങ്ങനൊരു വിശ്വാസം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഭാര്യ അങ്ങനെ ആകണം. തന്റെ ഭർത്താവിന്റെ സമ്പാദ്യവും എല്ലാം സൂക്ഷിക്കുന്ന പെണ്ണ്. അല്ലാതെ എടുത്ത് ഒളിച്ചും പാത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല്ല. ഭർത്താവ് അറിയാതെ എടുത്തും അങ്ങോട്ട് കൊടുക്കുക, അങ്ങനൊന്നും കൊടുക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാരുമാണെങ്കിലും ചെയ്യാൻ പാടുണ്ടോ? ഭർത്താവിന്റെ സമ്പാദ്യം വാപ്പ ചോദിച്ചാലും ഉമ്മ കൊടുക്കാൻ പാടുണ്ടോ? എന്റെ ഭാര്യയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് എന്റെ അനുവാദം ഇല്ലാതെ എടുത്ത് ആർക്കെങ്കിലും കൊടുക്കാൻ പാടുണ്ടോ? പറഞ്ഞങ്ങാതി കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഭർത്താവിന്റെ അനുവാദം, സമ്പത്തും ശരീരവും സൂക്ഷിക്കുന്നവളാകണം ഭാര്യ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനൊന്നുമല്ല. പല പരിപാടികളും അതിനിടയിലൂടെ എടുത്ത് നടക്കും. ഭർത്താവിന്റെ അനുവാദം ഒന്നും ചോദിക്കാതെ എടുത്ത് അവിടെ കടം കൊടുക്കും, വല്ലവരും ചോദിക്കും, കൂടപ്പുറപ്പം ചോദിക്കുമ്പോൾ കൊടുക്കും. നമ്മളും അങ്ങനെ തന്നെ. ഭർത്താവിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയുടെ അനുവാദമില്ലാതെ ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് വിൽക്കുന്നവന്മാരുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹറെടുത്ത് കൊടുക്കാവോ? ഭാര്യയുടെ സ്വർണം നമുക്ക് എടുക്കാവോ? എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കണേ? എന്താണ് ഷാജിക്ക? ഷാജിക്കയുടെ ഭാര്യയുടെ സ്വർണ്ണം ഉണ്ട്, ഷാജിക്കായ്ക്ക് എടുക്കാവോ?
ചോദിക്കാതെ എടുക്കാൻ പറ്റുമോ? എന്തെടുക്കാൻ പറ്റാത്ത നമ്മുടെ ഭാര്യയല്ലേ? എന്തേ പറ്റാതെ? എന്താ ഷൗക്കണ്ണേ? ഷൗക്കണ്ണ പിന്നെ ചോദിക്കാനൊന്നും ഇല്ല അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ ഭാര്യയുടെ സ്വർണ്ണമല്ലേ, അപ്പൊ അത് എന്റേതാണോ? അല്ല. കാരണം ബന്ധമൊഴിയുമ്പോ ഇതൊക്കെ തിരിച്ചു കൊടുക്കണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമൊഴിഞ്ഞു അല്ലേ? രണ്ടുപേരും ബന്ധമൊഴിയുമ്പോ 50 പവൻ തന്നിട്ടുണ്ട്, തിരിച്ചു തരണം, കൊടുക്കണോ? നമ്മുടേതാണെങ്കിൽ കൊടുക്കണ്ടല്ലോ, അപ്പൊ കൊടുക്കണം. അപ്പൊ അതിനർത്ഥം എന്താണ്? അത് നമ്മുടേതല്ലാണ്. പക്ഷെ മഹർ വരെ തിരിച്ചു വാങ്ങിക്കൊണ്ടു പോകുന്ന മഹാന്മാരുണ്ട്. മഹർ വരെ ഒരിക്കലും പെണ്ണിന്റെ മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത് അവൾ കൊള്ളതാ, അത് അവളുടെ അവകാശം. മഹർ തിരിച്ചു വാങ്ങാൻ കഴിയില്ല. ഭാര്യയുടെ സ്വർണ്ണമാണെങ്കിലും അനുവാദം ചോദിച്ചിട്ടേ എടുക്കാവൂ. അവളുടെ മാതാപിതാക്കളോടൊക്കെ ചോദിക്കണം, എന്നിട്ട് വേണം എടുക്കാൻ കേട്ടോ. കെട്ടിക്കൊണ്ട് വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ മോതിര ഊരണ മഹാന്മാരാ. അല്ലാഹു കെട്ടിക്കൊണ്ട് വന്ന് പിറ്റേ ദിവസം രാവിലെ പറയാ, കല്യാണ ചെലവിന്റെ ചെമ്പൊക്കെ ഇവിടെ കിടക്കുന്ന, വണ്ടി വാടക കൊടുക്കണം, അമിന മോതിര ഊരെന്ന് പറയുന്ന മഹാന്മാര്. പടച്ചവനെ അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർണ്ണത്തിൽ തൊട്ട് നോക്കണം, അപ്പൊ അറിയാം ഭാര്യയുടെ. എന്റെ ഭാര്യ പാവമല്ല, എന്റെ ആയിഷ എന്തൊരു പാവാന്നറിയാം. സ്വർണ്ണത്തിലൊന്ന് കൈ വെച്ച് നോക്കിയാൽ മതി, അപ്പൊ അറിയാം ഭാര്യയുടെ സ്വഭാവം. ചവിട്ടിയൊക്കെ അടിക്കാത്ത പാമ്പില്ലെന്ന് പറയണ പോലെ. ശരി, അള്ളാഹു നമ്മുടെ ഭാര്യ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഭാര്യമാർ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിൽ പിഴവ് പറ്റിപ്പോയി എത്രയോ സഹോദരിമാർ ഉസ്താദെ പറ്റിപ്പോയല്ലോ. ജീവിതത്തിൽ കരയുന്ന ഒരുപാട് പേരുണ്ട്. തന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു പോരായ്മ, ഒരു മെസ്സേജ് എഴുതിയതിന്റെ പേരിൽ തലാക്ക് പറയുന്ന മഹാന്മാരുണ്ട്. ഇതിന് സഹോദരങ്ങൾ എങ്ങനെ ചെയ്യണത്? നമ്മുടെ ഭാര്യ വിട്ടുവീഴ്ച ചെയ്യണമല്ലോ. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോകാം, ഒരു മെസ്സേജ് എഴുതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയി, ഒരു അവസരം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തെങ്കിലും നിസ്സാര കാര്യത്തിന്റെ പേരിൽ കൊണ്ടുപോയി ഒഴിവാക്കാൻ കുടുംബക്കാരെല്ലാവരും ഒഴിവാക്കാനാ നോക്കുന്നത്. എടാ, നീ എന്തൊക്കെ ചെയ്യുന്നു? ഒരു ഭാര്യ ഒരു മെസ്സേജ് എഴുതി, അല്ലെങ്കിൽ ഭാര്യയുടെ ഫോണിൽ ഒരു കോൾ വന്നു സംസാരിച്ചത് എന്തൊരു പേര് തലാക്ക്. ഈ പറയുന്നവൻ ആരോടൊക്കെ സംസാരിക്കുന്നു? പറയുന്നവൻ ആർക്കൊക്കെ മെസ്സേജ് എഴുതുന്നു? മനസ്സറിഞ്ഞൊന്ന് തൗബ ചെയ്താൽ തീരാത്ത ഏത് പാപമാവുള്ളേ? ഒന്ന് തൗബ ചെയ്താൽ തൗബയുടെ വില നിനക്കറിയാഞ്ഞിട്ടാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സിന്റെ ഉള്ളിൽ ഭർത്താവിനെ വഞ്ചിച്ചു പോയല്ലോ, എന്റെ ഭർത്താവിനോട് ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ. മനസ്സിന്റെ ഉള്ളിൽ വേദനകളുമായി കഴിയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ജീവിതത്തിൽ പിഴവ് സംഭവിച്ചു പോയെങ്കിൽ നീ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങ്. ഒരു ചരിത്രം പറയാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ പാപം ചെയ്തു നബിയേ, ഞാൻ തെറ്റുകാരനായി പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് തെറ്റ് ചെയ്തു പോയെന്നൊരു പെണ്ണ് പറയുമ്പോ, വ്യഭിചരിച്ചു പോയെന്ന് പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, അല്ലാഹുവേ, അവസാനം അവിടെ നിന്ന് ഇസ്ലാമിൽ വ്യഭിചരിച്ച പെണ്ണിനെ എന്തു ചെയ്യണമെന്നാ ശിക്ഷ? എറിഞ്ഞു കൊല്ലണമെന്നാണല്ലോ. വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ പെണ്ണ് മുത്തുനബിയുടെ മുന്നിൽ വന്നു. അവിടെ നിന്ന് പടച്ചവനെ എല്ലാം തുറന്നു പറയുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് എറിഞ്ഞു കൊല്ലുകയാണ്. അവസാനം മയ്യത്ത് കബറടക്കാ സമയമായപ്പോ, മയ്യത്ത് വേണ്ടി അവിടെ നിന്ന് മരിച്ചുപോയ എറിഞ്ഞു കൊന്ന പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ ജനാസ പൊതിഞ്ഞിട്ട് മയ്യത്ത് നമസ്കാരത്തിനെടുത്തു വെക്കുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. ആ വിചരിച്ച പെണ്ണ്, എറിഞ്ഞു കൊന്ന പെണ്ണ്, ആ പെണ്ണിന്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, മുത്തുനബിയുടെ ചുമലിലേക്ക് കൈവെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ പെണ്ണിന്റെ മയ്യത്ത് അങ്ങ് നമസ്കരിക്കാൻ പോകുകയാണോ നബിയേ? ഈ വ്യഭിചാരത്തിൽ എറിഞ്ഞു കൊന്ന പെണ്ണ്, ഈ പെണ്ണിനെ എറിഞ്ഞു കൊന്നതാണല്ലോ. ഇവളുടെ മയ്യത്ത് നമസ്കാരത്തിന്
ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാൻ പോവുകയാണോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, ഉമറേ, ഈ പെണ്ണാരെന്നറിയുവോ? ഈ പെണ്ണിന്റെ തൗബ എന്തെന്നറിയുവോ? റസൂലുള്ളാഹി പറയുകയാ, ഈ നാട്ടിലെ സർവ്വ ആൾക്കാർക്കും ഈ പെണ്ണിന്റെ തൗബയെങ്ങാണം വിഹിതം വെച്ച് കൊടുത്താൽ അല്ലാഹുവേ, സർവരുടെയും പാപം അല്ലാഹു പുറത്തു കൊടുക്കും. അങ്ങനെ ഒരു തൗബയായിരുന്നു, അങ്ങനെ ഒരു തൗബയായിരുന്നു. പടച്ചവരെ, അങ്ങനായിരുന്നു മുത്തുനബിയുടെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ. അങ്ങനാണല്ലോ ചില പേരുടെ തൗബ എങ്ങനാണ്. എത്ര പറഞ്ഞാലും അവരുടെ തൗബ ആത്മാർത്ഥമാണ്. നമ്മളെ പോലെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന തൗബയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാണ്. വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞാണ് നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറഞ്ഞു, നീ ഗർഭിണിയല്ലേ, നീ പ്രസവിച്ചിട്ട് വരാൻ, നീ പ്രസവിച്ചിട്ട് വരാൻ. ആ പെണ്ണ് പോയി പടച്ചവരെ 9.5 മാസം കഴിഞ്ഞു, അവിടെ നിന്ന് പ്രസവിച്ചു. ചോര കുഞ്ഞിനെയും കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ ചാരത്ത് വന്നു. നബിയെ, ഞാൻ പ്രസവിച്ചു, ഇനി എന്നെ എറിഞ്ഞു കൊല്ല് നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, നീ പോയാ പാല് കൊടുക്കാൻ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഈ കുഞ്ഞിന് നീ പാല് കൊടുക്ക്. ഒരു പെണ്ണ് ഗർഭിണിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞ് വ്യഭിചാരത്തിലൂടെ ഉണ്ടായതാ, എനിക്ക് ശിക്ഷതാ. പ്രവാചകൻ പറഞ്ഞു, നീ പോ, പ്രസവിച്ചിട്ട് വാ, മനസ്സ് മാറിയാലോ. എറിഞ്ഞു കൊല്ലാനല്ല നോക്കിയത്. ആ പെണ്ണ് തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, നീ പോ. 9.5 മാസം കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞിട്ട് ചോര കുഞ്ഞിനെയും കൊണ്ടുവന്ന് മുത്തുനബിയുടെ മുന്നിൽ വെച്ചിട്ട് പറയാ, പ്രസവിച്ച് നബിയെ, എനിക്കുള്ള ശിക്ഷതാ. റസൂലുള്ളാഹി പറഞ്ഞു, നീ പോയി പാല് കൊടുക്കു കുഞ്ഞിന്. അങ്ങനെയെങ്കിലും കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴെങ്കിലും മനസ്സ് മാറുമെന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞിട്ടെ. ആ പെണ്ണ് പോയിട്ട് തന്റെ കുഞ്ഞു പാല് കുടിക്കും. അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ, പാലുകുടിയൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് തന്റെ കുഞ്ഞു ഭക്ഷണം കഴിക്കാൻ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു, നബിയെ, എന്റെ മോൻ പാലല്ലാത്ത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എനിക്ക് ശിക്ഷതാ നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ മുന്നിൽ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ എന്തെന്നറിയോ? നബിയെ, ഒരു തെറ്റിന്റെ പേരിൽ അള്ളാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ല ഒരാളെ ശിക്ഷിക്കോ? ഇല്ല, അല്ല നീതിമാനാ. അപ്പൊ ഇവിടെ വെച്ച് ഇതാണെങ്കിൽ എറിഞ്ഞങ്ങ് മരിക്കുന്നതോടുകൂടി എന്റെ കാര്യം തീർന്നു. പക്ഷെ അള്ളാടെ മുന്നിൽ പോകുമ്പോൾ എനിക്ക് രക്ഷപ്പെടാമല്ലോ. പക്ഷേ അവിടെ പോയാൽ എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെണ്ണിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പോകുമ്പോഴാ ഉമർ തങ്ങൾ തടഞ്ഞിട്ട് ചോദിക്കാൻ, നബിയെ, വ്യഭിചരിച്ച് എറിഞ്ഞു കൊന്ന പെണ്ണിന്റെ മയ്യത്താണോ നിസ്കരിക്കണേ? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ പെണ്ണിന്റെ തൗബയെടുത്തിട്ട് വിഹിതം വെച്ചു കൊടുത്താൽ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പാവം അല്ലാഹു പുറത്തു കൊടുക്കും. അത്രയും വലിയ തൗബയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളും മനുഷ്യരാ, അതുപോലെ നമ്മുടെ ഭാര്യയും. നമ്മ ആർക്കെല്ലാം നമ്മൾ മെസ്സേജ് എഴുതുന്നു, മലക്കുകളാ. പണ്ടാരോ പറഞ്ഞതുപോലെ, തെറ്റ് ചെയ്യാത്തവർ എന്നെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആരാപ്പോ ഉള്ളേ? ഞാൻ എത്ര പേർക്ക് മെസ്സേജ് എഴുതുന്നു, ആരെല്ലാം ഞാൻ വിളിക്കുന്നു, എത്ര പേരോട് ഞാൻ സംസാരിക്കുന്നു നല്ലതും മോശവുമായി. പക്ഷെ അത് നമ്മുടെ ഭാര്യ ചെയ്ത് കഴിഞ്ഞാൽ പൊറുക്കാനുള്ള മനസ്സ് നമുക്കില്ലെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കണം, തെറ്റുകൾ തിരുത്തി കൊടുക്കണം. എന്നിട്ടും പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ മറ്റുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.